ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ മിഥുന രാശിക്കാർക്ക്, അതായത് മഹീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുനൻ രാശിക്കാർക്ക് ചാരവസാൽ 4 കേതു, 9 ശനി, 10 ചൊവ്വ ബുധൻ രാഹു, 11 സൂര്യൻ ശുക്രൻ, 12 വ്യാഴം 12 വന്നിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ എന്നിരുന്നാലും ഈ മാസം അവർക്ക് മെയ് മാസം ദോഷം വരില്ല എന്നുള്ളത് പറയുന്നത്. കാരണം വെച്ചാൽ ചാരവസാൽ സുമാറുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലപരമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. സൂര്യചാരവസാൽ 11 സൂര്യൻ, 11 ശുക്രൻ, 10 ചൊവ്വ ബുധൻ രാഹു, 9 ശനി, ഇതെല്ലാം അനുകൂലമാണ്. അപ്പോൾ അങ്ങനെ അനുകൂലപരമായിട്ടുള്ള സമയപരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അനായാസേന നമ്മളുടെ കർമ്മഫലങ്ങൾ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ മറവ് ഒരു പ്രശ്നമല്ല, 12 വന്നിരിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന ലെവലിലുള്ളതുണ്ടാവും. ധനലാഭം ഉണ്ടാവും, തൊഴിൽ വർധനവുണ്ടാവും, തൊഴിൽ നേട്ടങ്ങളുണ്ടാവും, വാഹനയോഗം ഉണ്ടാവും, ഭൂമി ലാഭം ഉണ്ടാവും, ഗൃഹപ്രവേശങ്ങൾ നടക്കാനുള്ള സാധ്യത, പുതിയ ഗൃഹങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടു പോകാനുള്ള സാധ്യത, പുതിയ ഭൂമി വാങ്ങിക്കാനുള്ള സാധ്യത, സഹോദരങ്ങളുമായി കൂട്ടുകൂടുവാനുള്ള സാധ്യത, പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ വന്ന് ചേരുവാനുള്ള സാധ്യത, അതിലൂടെ പലവിധ മേന്മകളും വന്ന് കൈവരിക്കാനുള്ള സാധ്യത, പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സാധ്യത, സംഗീതജ്ഞന്മാർക്കും സംവിധായകന്മാർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, ധനവർധനവുണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, കേസ് വഴക്കുകൾ വിജയം കൈവരിക്കാനുള്ള സാധ്യത, കൂട്ടു ബിസിനസ്സുകളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യത, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ധനലാഭം, ധനവർധനവ്, തൊഴിൽ വിജയം, കാര്യസാധ്യത എന്നിവയും അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സയൻസ് പരമായിട്ട് ഗവേഷണം നടത്തുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും പുരോഗമനമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യത, മനസ്സുഖം കിട്ടുവാനുള്ള സാധ്യത എല്ലാം ഈ മാസത്തിൽ ഉടലെടുക്കുന്നതായി കാണുന്നുണ്ട്. ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം നിവൃത്തിപരമായിട്ട് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ലോൺ സാങ്ഷനാകാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കടബാധ്യതകൾ ഒതുക്കി തീർക്കുവാനുള്ള സാധ്യതയുണ്ട്. വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധിയും സന്താനങ്ങൾക്ക് നേട്ടങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. റിയൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി വിജയം, വാഹന യോഗം, വാഹന ലാഭം എന്നിവയും, വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, ആഭരണ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ജ്വല്ലറി സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിലും സ്വർണ്ണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും, അതേസമയത്ത് കുറച്ച് ശ്രദ്ധ കൈവരിക്കാനുള്ള സാധ്യതയും ശ്രദ്ധയും കേന്ദ്രീകരിക്കണം. ഈ സ്വർണ്ണാഭരണ ബിസിനസ്സിൽ കുറച്ച് ശ്രദ്ധയും വേണം എന്നുള്ളത് കാണുന്നുണ്ട്. ഗവൺമെൻറ് നേട്ടങ്ങൾ, ഗവൺമെൻറ് ജോലി അന്വേഷിക്കുന്നവർക്കെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദിഷ്ട കാര്യം സഫലമായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഈ മാസം ഇവർക്ക് അനുകൂല മാസം എന്ന് തന്നെ വിശേഷിപ്പിച്ച് പറയാനുണ്ട്. എന്നിരുന്നാലും നക്ഷത്രവശാലുള്ള പരിഹാരങ്ങൾ ചെയ്തു വരിക. മകീര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം ഭഗവതി സേവ ഭഗവതി ക്ഷേത്രത്തിൽ, തിരുവാതിര നക്ഷത്രക്കാർക്ക് നക്ഷത്രത്തെ പക്കപ്പിറന്നാൾ, അതായത് അവരുടെ നക്ഷത്രം വരുന്ന തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം 100 പാലും നാഗങ്ങൾക്ക് 100 പാലും നൽകുന്നതും, പുണർ നക്ഷത്രക്കാർക്ക് ശ്രീരാമനിങ്കൽ അവൽ നിവേദ്യം, തുളസിമാല, വെടിവഴിപാട് ഇതൊക്കെ നടത്തുന്നത്, ഭാഗ്യസ്വപ്നം നടത്തുന്നതും വളരെ ഭാഗ്യം തെളിയിക്കുവാനും ഗുണവർദ്ധനവ് ഉണ്ടാകുവാനും ഈ നക്ഷത്രവശാൽ ചെയ്യുന്ന പരിഹാരങ്ങൾ കൂടിയാകുമ്പോൾ ഗുണവർദ്ധനവ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. നമസ്കാരം.